27 നക്ഷത്രങ്ങളും അവയുടെ ആരാധനാമൂർത്തികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ജ്യോതിഷത്തിലെ 27 നക്ഷത്രത്തിൽ ഓരോന്നിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഓരോ നാളുകാർക്കും ഓരോ ഇഷ്ടദേവതയുണ്ട്. ഓരോ നാളുകാർക്കുമുള്ള ഇഷ്ടദേവതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവായതിനാൽ ഗണപതിയെ ഇഷ്ടദേവതയായി പൂജിക്കണം. വിനായക ചതുർത്ഥി വ്രതം എടുക്കുന്നതും ഗണപതി കവചം, ഗണപതി സ്തോത്രം എന്നിവ ദിവസവും ജപിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ്. ഗണപതിയെ പൂജിക്കുക. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണിയുടെ നക്ഷത്ര ദേവത യമനായതിനാൽ ശിവഭഗവാനെ പൂജിക്കുന്നത് ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. കാർത്തിക, മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ളവർ ദേവിയെയും പൂജിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതെല്ലാം വളരെ നല്ലതാണ്. രോഹിണി, മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. മകയിരം, മഹാലക്ഷ്മി, ദുർഗാദേവി ദേവിമാരെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ഉത്തമമാണ്. അടുത്തത് തിരുവാതിരയാണ്. തിരുവാതിരക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടുകൂടി ചെയ്യുക വളരെ നല്ലതാണ്. അടുത്തത് പുണർദമാണ്. പുണർദം നക്ഷത്രത്തിന്റെ ഇഷ്ടദേവൻ കൃഷ്ണനാണ്. ശ്രീരാമ ഭഗവാനെയും ആരാധിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ്. പൂയം നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവൻ വിഷ്ണു ഭഗവാനാണ്. കൂടാതെ ശനിയാഴ്ച വ്രതവും ശനിഭജനവും എല്ലാം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ആയില്യം, നാഗദൈവങ്ങളാണ് ഇഷ്ടദേവത. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. മകം നക്ഷത്ര ജാതർക്ക് പിതൃപൂജയാണ് ഗുണകരം. ശിവനെ ഇഷ്ടദേവതയായി ആരാധിക്കണം. പൂരം ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ ശാസ്താവിനെയാണ് പൂജിക്കേണ്ടത്. പതിവായി ശാസ്താക്ഷേത്ര ദർശനം നടത്തണം. ശബരിമല ദർശനം നടത്തുന്നത് അഭികാമ്യമാണ്. അത്തം നക്ഷത്രം ഗണപതിയാണ് ഇഷ്ടദേവത. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ചിത്തിര ദേവി ഉപാസനയാണ് ഗുണകരം. ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ചോതിയുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാവുന്നതാണ്. വിശാഖം നക്ഷത്ര ജാതർ ബ്രഹ്മാവിനെ പൂജിക്കണം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും ചെയ്യാവുന്നതാണ്. അനിഴം ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കാളി മന്ത്രജപം എല്ലാ പ്രശ്ന പരിഹാരത്തിനും സഹായിക്കുന്നതാണ്. തൃക്കേട്ട ഇന്ദ്രനെയാണ് പൂജിക്കേണ്ടത്. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ദിവസവും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുക. പൂരാടം വരുണനാണ് ഇഷ്ടദേവൻ. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും എല്ലാം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്ര ജാതർ ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യോദയ ശേഷം ആദിത്യനെ തൊഴുന്നത് ഉത്തമമാണ്. അടുത്തത് തിരുവോണമാണ്. തിരുവോണം വിഷ്ണുവാണ് ഇഷ്ടദേവൻ. വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതുമെല്ലാം വളരെ നല്ലതാണ്. അവിട്ടം ഇഷ്ടദേവതയായി ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ആരാധിക്കേണ്ടത്. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് ചതയമാണ്. ചതയം വരുണനോ സർപ്പമോ ആണ് ഇഷ്ടദേവത. പൂരൂരുട്ടാതി ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതെല്ലാം വളരെ നല്ലതാണ്. ഉത്രട്ടാതി ശ്രീരാമനും കൃഷ്ണനുമാണ് ഈ നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവത. വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നത് നല്ലതാണ്. രേവതി നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. ദിനവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുന്നതും ക്ലേശങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതാണ്.